Hi future doctors, how are you all doing? Welcome to Xylem Learning. അപ്പോൾ നീറ്റിൻ്റെ രജിസ്ട്രേഷനൊക്കെ മക്കൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നീറ്റ് ഫോറിൻ കൺട്രീസിൽ നിന്ന് എഴുതാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഔട്ട് ഓഫ് ഇന്ത്യ കാൻഡിഡേറ്റ്സ് NRI കാൻഡിഡേറ്റ്സിനൊക്കെയുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് NTA വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ഫെബ്രുവരി 20 വന്ന ഒരു പബ്ലിക് നോട്ടീസ് ആയിരുന്നു. പക്ഷേ എന്തൊക്കെയോ റീസണുകൾ കൊണ്ട് ആ നോട്ടീസ് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. NTAയുടെ വെബ്സൈറ്റിൽ നിന്ന് അത് റിമൂവ് ആയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു എറർ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് വീണ്ടും ആ നോട്ടീസ് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഫോറിൻ കൺട്രീസ്, ഇതിനെക്കുറിച്ച് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു മക്കൾക്ക്. കാരണം നമ്മുടെ ഫെബ്രുവരി 9 നമ്മുടെ രജിസ്ട്രേഷൻ ഫോം റിലീസായപ്പോൾ അതിൽ ഇതിനെക്കുറിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫോറിൻ കൺട്രീസിലുള്ള നമ്മുടെ നീറ്റ് ആസ്പിരൻസിന് എക്സാം എഴുതാനായിട്ടുള്ള ഓപ്ഷൻസും സെൻറ്റേഴ്സും ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് കുറേ രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുവൈറ്റിൽ തന്നെ നമുക്ക് കുവൈറ്റ് സിറ്റിയിൽ വെച്ച് എഴുതാനുള്ള സൗകര്യമുണ്ട്. UAE നോക്കുകയാണെങ്കിൽ ദുബായ്, അബുദാബി, അതുപോലെ തന്നെ ഷാർജ, ഇവിടെ നിന്നൊക്കെ നമുക്ക് നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ തായ്ലൻഡിലാണെങ്കിൽ ബാങ്കോക്ക്, ശ്രീലങ്കയിൽ ആണെങ്കിൽ കൊളംബോ, ഖത്തറിൽ നിന്ന് എഴുതുന്ന കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ദോഹ, ആൻഡ് നേപ്പാളിലുള്ള കാൻഡിഡേറ്റ്സിന് കാഠ്മണ്ഡു, മലേഷ്യയിലുള്ള കാൻഡിഡേറ്റ്സിന് കൊലാലംപൂർ, നൈജീരിയയിലുള്ള കാൻഡിഡേറ്റ്സിന് ലഗോസ്, ബഹ്റൈനിലുള്ള കാൻഡിഡേറ്റ്സിന് മനാമ, ഒമാനിലുള്ള കാൻഡിഡേറ്റ്സിന് മസ്കറ്റ്, സൗദിയിലുള്ള കാൻഡിഡേറ്റ്സിന് റിയാദ്, ആൻഡ് സിംഗപ്പൂരിലുള്ളവർക്ക് സിംഗപ്പൂരിലൊക്കെ തന്നെ വെച്ച് എഴുതാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ സെൻറ്റർ നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടതാണ് കറക്റ്റ് ആയിട്ടുള്ള. അപ്പോൾ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തെങ്കിലോ, കുറേ പേര് വിചാരിച്ചു ഇതിന് നമുക്ക് ഓപ്ഷൻ ഇല്ല, ഇന്ത്യയിൽ തന്നെ വന്ന് എഴുതാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാർ ഓൾറെഡി വേറെ സെൻറ്റേഴ്സ് ഇന്ത്യയിലെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റിഗാർഡിംഗ് സെൻറ്റർ സെലക്ഷൻ, കാൻഡിഡേറ്റ്സ് ഹു ഹവ് ഓൾറെഡി സെലക്റ്റഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് പെയ്ഡ് ദ ഫീ. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ വിൻഡോ 9 മാർച്ച് വരെയാണല്ലോ, അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ഒരു കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകും. അപ്പോൾ നിങ്ങൾക്ക് സെൻറ്റർ മാറ്റാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. Okay, so you can correct it. You will have the opportunity to correct their center and country choice during the correction window. The window will open after the registration window closes എന്ന് ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട്. ഇനി പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഓക്കെ, പിന്നെ ഓൾറെഡി നമ്മൾ സെൻറ്റർ സെലക്ഷൻ ചെയ്ത് ഫീസൊക്കെ നമ്മൾ പേ ചെയ്തല്ലോ, ഇന്ത്യയിൽ തന്നെയാണ് എഴുതുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഉള്ളവർ വീണ്ടും സെൻറ്റർ കറക്റ്റ് ചെയ്യുമ്പം ഫോറിൻ കൺട്രിയിലെ സെൻറ്റർ സെലക്ട് ചെയ്യുമ്പോൾ ഫീസിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. ആ ഡിഫറൻഷ്യൽ എമൗണ്ട് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. ആൻഡ് ഓൾസോ ഫ്രഷ് രജിസ്ട്രേഷൻ, ഫോറിൻ കൺട്രീസിൽ ഇനി ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫീസും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഫുൾ നിങ്ങളുടെ പ്രോസസ്സ് സെലക്ട് ചെയ്യാം, പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം, ഫ്രഷ് ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം, ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ മാത്രം. ആൻഡ് നിങ്ങളുടെ സിറ്റി നിങ്ങൾക്ക് കറക്റ്റ് സിറ്റി സെലക്ട് ചെയ്യാം. ആൻഡ് അവർ റിക്വസ്റ്റ് ചെയ്യുന്ന ഫീസും അതൊക്കെ പേ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി എല്ലാം ചെയ്ത് വെച്ചിരുന്നവർ വിചാരിക്കും മാം അപ്പോൾ അതിൽ എനിക്ക് ഇനിയും കുറേ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഒന്നും കൂടെ ആദ്യം മുതൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് ഫീ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് തെറ്റിപ്പോയ ഭാഗങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. ആ കറക്ഷൻസ് വരുത്തുക. വീണ്ടും ഒന്നും കൂടെ ആദ്യം മുതൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും, കാരണം നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID യും പാസ്വേഡും ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. ഫോറിൻ കൺട്രീസിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID, പാസ്വേഡ് നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഒക്കെ കൊടുക്കുമ്പം കറക്റ്റ് കൺട്രി കോഡൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മെസ്സേജസ് അല്ലെങ്കിൽ ഇമെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ആക്സസ് ഉള്ള ഫോണുകളിലും മാത്രം ഇമെയിൽ IDs മാത്രം നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ കോൺടാക്ട് നമ്പേഴ്സ് കൊടുക്കുക. കൺട്രി കോഡൊക്കെ കറക്റ്റായിട്ട് ഇടുക, സെൻറ്റേഴ്സ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ഇനി കറക്ഷൻ വിൻഡോയിലും മിസ്റ്റേക്സ് വരുത്താതെ നോക്കുക. അപ്പോൾ ആ ടെൻഷൻ മാറി കിട്ടിയില്ലേ? യെസ്. പിന്നെ ഫർദർ ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സ്റ്റേ ട്യൂൺ ടു സൈലം നീറ്റ് ചാനൽ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അപ്പോൾ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. സീ യു ഓൾ വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.